കേരളത്തെ ഏത് വിധേനയായാലും ഒരു ഭ്രാന്താലയമാക്കി മാറ്റണം. ഇതാണ് സംഘപരിവാറിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള തീവ്രമായ വർഗീയ പ്രചാരണങ്ങളാണ് സംഘപരിവാർ നടത്തുന്നത്. പക്ഷേ ഇതൊന്നും ലക്ഷ്യം കാണില്ല. കാരണം കേരളത്തിൽ ശക്തമായ ഒരു ഇടതുപക്ഷമുണ്ട്. രാജ്യത്തെ നമ്പർ 1 ആയ ഒരു സംസ്ഥാനത്തെ തകർക്കാനായി കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾ രാജ്യചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ കുറവ് വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക കുറവ് വരും. സംസ്ഥാനങ്ങളുടെ ആകെ പ്രവർത്തന ഫണ്ടിൻ്റെ 40% വരുന്ന GST നിന്നാണ്. കേരളത്തിന് 8,000 മുതൽ 10,000 കോടി വരെ ഒരു വർഷം കുറവ് വരുമെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രാഥമിക പഠനത്തിൽ പറയുന്നത്. അങ്ങനെ ആ വരുന്ന കുറവ് വരുമ്പം യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണക്കാരുടെ ചികിത്സ, ശമ്പളം, പിന്നെ അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പെൻഷൻ, ആശുപത്രിയിലെ മരുന്ന്, സ്കൂള്, ഇതൊക്കെ നടത്തണമെങ്കിൽ പണം വേണ്ടേ? അതിനുള്ള പണം കുറഞ്ഞു കഴിഞ്ഞാൽ നാളെ വലിയ തോതിൽ ബാധിക്കും. സർക്കാരിന് വരുമാനം ഇല്ലെങ്കിൽ താഴെയുള്ളവർക്ക് പണം കിട്ടത്തില്ല. പണം കിട്ടിയില്ലേ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് വരെ 95 രൂപയ്ക്ക് സാധനം മേടിക്കാൻ പറ്റുമോ? 1 രൂപയും കിട്ടുന്നില്ലെങ്കിൽ. അപ്പോൾ അത് ഉറപ്പാക്കാൻ വേണ്ടി സംസ്ഥാനങ്ങളുടെ കോമ്പൻസേഷൻ, അവർക്കൊരു ഇതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതും ചെയ്തിട്ടില്ല. കേരളത്തിന് അർഹമായ കേന്ദ്രവിഹിതം നൽകാതെ സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ തന്നെ കേരളം അതിവേഗം മുന്നേറുകയാണ്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അമിത്ഷാക്ക് താല്പര്യമുള്ള ഒരു സംഘടനയുടെ അഖിലേന്ത്യാ നേതാക്കളിൽ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ മറ്റോ ഇരിക്കുന്ന ഒരാൾ വരികയുണ്ട്. ആ പരിപാടി കഴിഞ്ഞപ്പോൾ കേരളം കാണണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹവും ഭാര്യയും കൂടി കേരളത്തെ അറിയാൻ വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ പട്ടണങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ ഗ്രാമങ്ങളിൽ പോകാനാണ് അദ്ദേഹം താല്പര്യം. അപ്പോഴാണല്ലോ യഥാർത്ഥ ചിത്രം കിട്ടുന്നത്. ഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ അദ്ദേഹം ഡ്രൈവറോട് ചോദിക്കുകയാണ്, ഇവിടെ എന്താണ് എല്ലാവരും ഡ്രസ്സ് ഇട്ട് കാണുന്നത്? എല്ലാവരും എപ്പോഴും ഉടുപ്പിട്ടാണോ നടക്കുക? അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടില് ഗ്രാമങ്ങളിൽ ഉടുപ്പിടുന്നവര് വളരെ ചുരുക്കാണെന്നാണ്. ഭയങ്കര ആശ്ചര്യമുണ്ട്. ഇവിടെ എന്താണ് മാലിന്യമൊന്നും ഇങ്ങനെ കാണാത്തത്? അപ്പൊ ഈ ഡ്രൈവർ പറയുന്നുണ്ട്, അത് എന്റെ കർമ്മസേനയിട്ട് അവരിങ്ങനെ ചെയ്യാണ്, അങ്ങനെ കാര്യങ്ങൾ നടത്തുകയാണ്. ഇങ്ങനെ ഓരോ കാര്യവും അദ്ദേഹത്തിൽ വലിയ അത്ഭുതമുണ്ടാക്കുക. ഓ, ഇതാണോ കേരളം? ഞാൻ ഇങ്ങനെയല്ല കേൾക്കുന്നത്. അപ്പൊ യഥാർത്ഥ റിയൽ കേരള സ്റ്റോറി എന്ത് എന്ന് അനുഭവത്തിലൂടെ അദ്ദേഹം തിരിച്ചറിയുന്നു. ഇപ്പോൾ 10 വർഷത്തോളമായി പണിക്ക് പോയിട്ട്, പണിയെടുക്കാൻ വരുന്നതായിട്ട്. ഞാൻ തന്നെയായിരുന്നു ചാപ്പ കെട്ടിക്കൊണ്ടിരുന്ന പോലെ മെടഞ്ഞ് തന്നെ കെട്ടി ആണ് കിടന്നത്. ഇപ്പം സർക്കാരിന്റെ പണിത് തന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. വീട് കിട്ടിയെങ്കിൽ ആശ്വാസമായി.
ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. പുള്ളിക്കാരി വീട്ടു ജോലിയാണ്. നമുക്ക് 2 പെൺപിള്ളേരാണ്. ഒരാളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് അതിനൊരു കൊച്ചുണ്ട്. ഇളയാൾ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കോളേജിൽ 3rd year ആയി. മാറി മാറി താമസിച്ച് ഒരുപാട് ബുദ്ധിമുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഇത് കിട്ടിയത് വലിയ ഭാഗ്യമാണത്. അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് പോലും നമ്മൾ വിചാരിച്ചതല്ല ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമെന്ന്. ഇല്ല, കണ്ണ് അവർക്ക് തീരെ കാണുന്നില്ല. കാണിക്കാനാ പോയി കണ്ണിന്. പണ്ടേ കട്ടപ്പര ചെറിയ വീടാണ്. അത് പെട്ടെന്ന് കാറ്റുമഴക്ക് വീണിട്ടാണ് നമ്മൾ പിന്നെ പഞ്ചായത്തുകാരിലും വന്ന് സഹായിച്ചിന്. ഓരോരുത്തർ തന്ന് അങ്ങനെയൊക്കെ സഹായിച്ചിട്ടാണ് മോളെ. പിണറായി സർക്കാർ ഉള്ളതിനെ കൊണ്ട് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, കിടക്കാനൊരു വീട് കിട്ടി, മരുന്ന് കിട്ടി. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സന്തോഷത്തിൽ കഴിയാമല്ലോ. ഒരു വീടുണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലോ നമുക്ക്. ഒന്നുമില്ലെങ്കിൽ അടച്ചും മൂടി ഒന്ന് കിടക്കാമല്ലോ നമുക്കിതിങ്ങനെ തന്നതിന് ഭയങ്കര ഞാൻ എന്താ പറയുക, അത്രക്കും നമുക്ക് ഇഷ്ടപ്പെട്ടിക്കണ്. നമ്മളെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു സഹായം ചെയ്തതിന് വളരെ വളരെ നന്ദി. വലിയ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആത്മഹത്യയുടെ പക്കത്തായിരുന്നു. വാടക കൊടുക്കാൻ പൈസ ഇല്ല. ഞങ്ങൾ എവിടെങ്കിലും പോകുമ്പോൾ തിരിച്ച് പ്രാർത്ഥിക്കും ഞങ്ങൾ തിരിച്ചു വരരുതേ. കാരണം ഞങ്ങൾക്ക് കയറി കിടക്കാനിടയില്ല, വാടക കൊടുക്കാൻ പൈസ ഇല്ല. ഞങ്ങളപ്പോൾ പ്രാർത്ഥിച്ചിരുന്നത് ഞങ്ങൾ തിരിച്ചു വരരുതേ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും പറ്റി മരിക്കണമെന്നായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് ഈ സർക്കാരാണ് ഞങ്ങളെ. അതിദരിദ്രരില്ലാത്ത ഒരു നാടായി കേരളം മാറുന്നു. ഇങ്ങനെ നമ്മുടെ നാട് ജനങ്ങളുടെ ജീവിത നിലവാരം ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരണം. എല്ലാവരും വികസനത്തിന്റെ സ്വാദറിയണം. എല്ലാ പ്രദേശവും വികസനത്തിന്റെ സ്പർശമേൽക്കണം. അതിനാണ് ഈ ഭരണം, തുടർ ഭരണം ഇനിയും തുടരണം എന്ന് തന്നെ CPIM-ഉം LDF-ഉം ആവർത്തിച്ച് പറയുന്നത്. അത് നാടിന്റെ വികസനത്തിന് ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇനിയിപ്പം വരുമായിരിക്കും ചിലപ്പോൾ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. ഞങ്ങൾ UDF-യുടെ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെ പഞ്ചായത്തുകളുടെ അധികാരം കവർന്നെടുത്ത് സമാന്തര സർക്കാർ സംവിധാനമാക്കി ഇവർ രൂപപ്പെടുത്തിയ ഈ 4 മിഷനുകൾ ഞങ്ങൾ പിരിച്ചുവിടും. അടിസ്ഥാന സൗകര്യങ്ങൾ സൗജന്യമായി ലഭിക്കേണ്ടത് അയ്യപ്പന്മാരുടെ അവകാശമാണ്. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല.
പരാക്രമകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട്. വാവർക്കും പ്രധാന സ്ഥാനമുണ്ട്. ഇത് സംഘപരിവാറിന് യോജിക്കാനാവുന്നില്ല. ഒരു മുസ്ലിമിന് അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാരെ ചൊടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി വാവരല്ല എന്നും മറ്റൊരു പേരുകാരനാണെന്നും വാവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് കൊള്ളാത്തവനായിട്ട് ചിത്രീകരിക്കാമോ ആ തരത്തിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്ദേശമാണ്. ബാക്കി വിദ്വേഷങ്ങളും മറ്റും ജാതിമത ഭേദങ്ങൾ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിന് മുമ്പ് അവർക്ക് ദിവ്യദർശനം ഉണ്ടായി കാണണം. കാരണം വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ പ്രശ്നങ്ങളാണെന്ന്. അതിൽ തന്നെ അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് എല്ലാവരും ഒന്നിച്ചുകൂടി എല്ലാവരും ഇവിടെ വെച്ച് കാണാനും അനുഗ്രഹം മേടിക്കാനും, അതുപോലെ തന്നെ സന്നിധാനത്ത് ജാതി മത ഭേദമില്ലാതെ തന്നെ ഒരേ വർഗത്തിന്, അതുപോലെ ഡ്രസ്സുകൾ പോലും യാതൊരു വ്യത്യാസമില്ലാത്ത എല്ലാവരും ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ലോകത്തിനൊരു നിതാന്ത സന്ദേശമാണ്. ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത ബിന്ദു അമ്മിണിയും കനകദുർഗയും പോലീസിന്റെ സമ്പൂർണ്ണ സംരക്ഷണത്തോടുകൂടി പൊറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ബിന്ദു അമ്മിണിയും കനകദുർഗയും പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് കോട്ടയത്ത് പോലീസ് ക്ലബിൽ വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത്. മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തവനും അറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല. വായിച്ചപ്പോൾ എന്താ കല്ലും മുള്ളും കാലിക്കുത്താന്ന്. അതെന്ത് കുത്തയാണ്? കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് കല്ലും മുള്ളും കാലിക്കുമെത്ത എന്ന ശരണം വിളിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് സംഘപരിവാറിന്റെ വർഗീയ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത് മുൻ DGP സെൻകുമാറാണ്. സെൻകുമാർ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കെ ആകാവുന്ന വിധത്തിലെല്ലാം സംഘപരിവാറിനെ സഹായിച്ചിരുന്നു. 2005 തിരുവനന്തപുരത്തെ MG കോളേജ് ABVP ക്രിമിനൽ സംഘം അഴിഞ്ഞാടി ബോംബെറിഞ്ഞ് ഒരു പോലീസുകാരന്റെ കാൽ തകർത്തു. അന്ന് സെൻകുമാർ MG കോളേജിൽ ഓടിയെത്തി. ABVP ക്രിമിനൽ സംഘങ്ങൾക്കെതിരെയല്ല, പോലീസുകാർക്കെതിരെയായിരുന്നു സെൻകുമാറിന്റെ അഴിഞ്ഞാട്ടം. അന്ന് ബോംബെറിഞ്ഞ് മോഹനൻ നായർ എന്ന പോലീസുകാരന്റെ കാൽ ഒടിച്ചത് ആദർശ് എന്ന ABVP നേതാവാണ്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ആദർശിനെതിരായ കേസ് പിൻവലിച്ചു. കേരളത്തിലെ BJP UDF ബാന്ധവത്തിന്റെ മികച്ച ഉദാഹരണം. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. സെൻകുമാറിനെ പോലീസ് മേധാവിയാക്കിയില്ല.
കാരണം സെൻകുമാറിന്റെ രാഷ്ട്രീയം തന്നെയായിരുന്നു. എന്നാൽ അന്ന് സെൻകുമാറിനു വേണ്ടി പരിചയ തീർത്തത് UDF നേതാക്കളാണ്. തികച്ചും സത്യസന്ധനായ, ആത്മാർത്ഥതയുള്ള, അഴിമതിരഹിതമായി പ്രവർത്തിക്കുന്ന സെൻകുമാറിനെ പോലൊരു ഉദ്യോഗസ്ഥനെ മാറ്റിയത് നീതിപൂർവമല്ല എന്നാണ് രാജ്യത്തെ പരമോന്നത കോടതി വിധിച്ചിട്ടുള്ളത്. സെൻകുമാർ പഴയ പിടിയിലില്ല കേട്ടോ, വിട്ടുപോയി. ഇപ്പൊ ഇങ്ങോട്ടായി പിടുത്തം. അത് ഓർമ്മ വേണം. പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്. തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ സംസാരിക്കുകയാണ്. നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന് കണക്കാക്കുക. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പോൾ, നിങ്ങളുടെ കയ്യിലല്ല ഇപ്പം നിൽക്കുന്നത്, മറ്റാളുകളുടെ കയ്യിലായി. അത് ഓർമ്മിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു മഹാ അപരാധമാണ് അദ്ദേഹത്തെ DGP ആക്കിയത്. കാരണം ഒരു മലയാളിയാകട്ടെ എന്ന് കരുതിയാണ് അദ്ദേഹത്തെ DGP ആക്കിയത്. ഇപ്പം അതിൻ്റെ ദുരന്തം ഞങ്ങളൊക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇപ്പം നമുക്ക് ചക്കയാണോ ചൊഴിഞ്ഞു നോക്കാൻ? സെൻകുമാറിനെ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയത് നല്ല കാര്യം തന്നെ. കാലം തെളിയിച്ചു ഇടതുപക്ഷമാണ് ശരിയെന്ന്.